അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനേ നമ്മുടെ തൃശ്ശൂർ ഒരു പൂര് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞ് കേട്ടിട്ട് അവിടെ എത്തിയതാട്ടോ. അപ്പോൾ ആ വിശേഷം നിങ്ങൾക്ക് ഇന്ന് എത്തിക്കാൻ വിചാരിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചത് ചെറിയ രീതിയിൽ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കും പറഞ്ഞു കേട്ടപ്പോൾ വിചാരിച്ചിട്ടാണ്. ഞാൻ എന്നിട്ട് ഇവിടുന്ന് വെച്ച് പിടിച്ച് അവിടെ എത്തിയപ്പോൾ കാഴ്ച കണ്ടാക്കി നോക്കുമ്പോൾ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളതിനെ കാണിക്കാതിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പരമാവധി നമ്മൾ ആരെങ്കിലും നമ്മൾ ഫോളോ ചെയ്യാത്ത ആൾക്കാരായിട്ട് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ 2 ദിവസമായിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നടന്നിട്ടുള്ള ഒരു ലൈറ്റിന്റെ ഒരു ഷോ പരിപാടിയാണ്. അതായത് നമ്മളുടെ തൃശ്ശൂർ ജില്ലയിലെ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ആളുകളെല്ലാവരും കൂടിയിട്ട് ഒരു മത്സരം വെച്ചിരിക്കുകയായിരുന്നു. അതായത് നമ്മുടെ തൃശ്ശൂർ വടക്കുന്നാഥിന് ചുറ്റിലുള്ള മരങ്ങളിലും മുകളിലാണ് ഇത്രയും നല്ല ഭംഗിയിൽ ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഇത് അവിടുത്തെ 16ാമത്തെ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അതിൻ്റെയോട് അനുബന്ധമായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 50 മരങ്ങളിലും മുകളിലാണ് ഇത്രയും കൂടുതൽ ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇതിന്റെ ഉൾക്കൂടെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു, കുറെ ആളുകളൊക്കെ അങ്ങനെ വരണതല്ലേ, അപ്പൊ സേഫ്റ്റി ലെവലൊക്കെ നോക്കിയൊക്കെ ഭയങ്കര സേഫ്റ്റിയിലാട്ടോ. കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറുതെ വാരി വലിച്ച് കിട്ടല്ലോ. ഒരു മരത്തിനൊക്കെ കണ്ടില്ലേ, കംപ്ലീറ്റ് അങ്ങോട്ട് പിങ്ക് കളറാക്കിയാണ് മാറ്റി വരും. അതുമാതിരി ഇലേനൊക്കെ പച്ചേക്കും. കാണുമ്പോൾ നമ്മൾ കൗതുകത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കും. കുറെ നേരമൊക്കെ നമ്മളിങ്ങനെ നോക്കി നിന്നിട്ടോ. പിന്നെ ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരുടെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടാക്കുമ്പോൾ ഞാൻ പിന്നെ കുറെ നേരം വീഡിയോ എടുക്കും. പിന്നെ ഞാൻ അങ്ങനെ കുറെ നേരം നോക്കിയിരിക്കും. നല്ല ഏത് ആളുകൾ 1-2 മിനിറ്റ് നമ്മളിങ്ങനെ സ്റ്റക്കായി പോണ രീതിയിലത്തെ ഓരോ വർക്കുകളാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താ വെച്ചാൽ 2 ദിവസം തൃശ്ശൂർ ഭാഗത്തുള്ള എല്ലാ ആളുകളും ഭയങ്കര ഹാപ്പിയാണ്. അവിടെ ആളുകൾ വരുന്നു, കാണുന്നു, കുട്ടികളായിട്ട് വരുന്നു, ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നു. എന്തോ ഒരു രസം വെച്ചിട്ട് അവിടെ നടന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ ഓരോ ആളുകളുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം. കുട്ടികൾക്കൊക്കെ ഇത് തികച്ചും ഫ്രീ ആണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതിന്റെ ടിക്കറ്റ് നിരക്കിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നതാണ്. അവിടെ ഉണ്ടായിരുന്ന വണ്ടി പാർക്കിംഗ് ഗ്രൗണ്ടിലടക്കം ഞങ്ങൾക്ക് 5 പൈസ ഞങ്ങളിത് വാങ്ങിച്ചില്ല. അപ്പൊ ഇത് എങ്ങനെയുണ്ട് ഇവർക്ക് മുതലാവണമെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. കാരണം ഇത്രയും ലൈറ്റുകൾ വർക്ക് ചെയ്യുന്ന വെച്ചാൽ എന്തോ ഒരു ദിവസങ്ങൾ അവിടെ ജോലിക്കാർ പണിയെടുക്കേണ്ടി വരും. കാരണം ഇത് അഴിക്കാനും ഇത് ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണിൽ കാണുന്ന ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു മോശമായിട്ടുള്ള രീതിയിലൊരു സംഭവം ഒന്നും കെട്ടിണ്ടാക്കിയിട്ടില്ല. നല്ല അതായത് പണിയുടെ ഇടയിൽ നമുക്ക് ഒരു വൃത്തികേടായിട്ട് തോന്നുന്ന രീതിയിൽ ഒന്നും ഉണ്ടായില്ല. ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്നു കേട്ടോ. നല്ല രസം. ഇത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഇങ്ങനെ മനസ്സിലായ ഓർമ്മ വന്നു കേട്ടോ. അതായത് നമ്മൾ ഈ പുതുമഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എരിയാൻ പാറ്റകൾ കണ്ട് സ്ട്രീറ്റ് ലൈനിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ പാഞ്ഞ് ചെല്ലുന്ന കണ്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ കേട്ടോ മനുഷ്യന്മാരുടെ കാര്യമല്ലേ. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ആകർഷിക്കുന്ന എന്തെങ്കിലും സാധനം കണ്ടുവച്ചാൽ നമ്മളെ പോലത്തെ എത്ര ആളുകളെ നമുക്ക് ഒത്തുകൂടി ഇറക്കുന്നത്. എല്ലാവരും ഇതിന്റെ അരിവിൽ നിന്ന് മാറിപ്പോണില്ല. ഫോട്ടോ എടുത്താൽ എന്ത് കഴിഞ്ഞാൽ ഇതിന്റെ അഴിവിൽ തന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുക, കൂട്ടം കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാനിത് കണ്ടപ്പോൾ ഏരിയ പാറ്റകളുടെ അതേ സ്വഭാവം തന്നെ നമ്മളെ ആളുകൾക്ക്, അതായത് മനുഷ്യന്മാർക്ക് എന്തെങ്കിലും കൗതുകരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുവച്ചാൽ അതിന്റെ അടുത്ത് ചുറ്റിപ്പറ്റിയിട്ട് നിൽക്കുക. പിന്നെ നാട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറയുന്നു, ഫോട്ടോസ് എടുക്കണു, സെൽഫി എടുക്കണു. പിന്നെ കൂടുതലായിട്ട് കുട്ടികൾക്കാണ് കേട്ടോ ഇത് നല്ലൊരു രസമായിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് വലിയവർക്ക് ഇല്ല എന്നല്ല ഞാൻ പറയണത്. വലിയവർക്ക് അതിൻ്റെതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആളുകളുടെ നടക്കണ വഴിയിലത്തെ വയറ് കാര്യങ്ങളൊക്കെ നോക്കും. ഞാനത് കൂടുതൽ നോക്കി. അപ്പൊ ഇതിൽ കൂടുതൽ കുറെ നല്ല ലൈറ്റുകൾ ഇനി ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഉണ്ടല്ലോ കുറെ ലൈറ്റുകളുടെ വയറൊക്കെ അവർ ഡിസ്കണക്ട് ചെയ്തെടുക്കുക. കാരണം തലേ ദിവസം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന ദിവസം ഒന്നും മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. തലേ ദിവസം നല്ല മഴ പെയ്ത് കാരണം അവരെന്ത് ചെയ്തിരിക്കുന്ന അറിയോ, അതിന്റെ കറണ്ട് ലീക്കാണ് ഏരിയയിലൊക്കെ നല്ല പോലെ വൃത്തിയിലൊക്കെ ഡിസ്കണക്ട് ചെയ്ത് നല്ല സേഫ്റ്റി ആയി. ഇപ്പൊ കുട്ടികളെ കരുതിയിട്ട് ഊഞ്ഞാലും കരുതി കാണിക്കുന്നില്ലേ. ഞാൻ അവിടെ നോക്കി എന്ത് സേഫ്റ്റിയിലെ സാധനങ്ങളൊക്കെ ചെയ്തെടുക്കണം അറിയോ. ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, ഇത് നമ്മൾ തൃശ്ശൂർ പൂരത്തിന്റെ എക്സിബിഷന്റെ തിരക്കൊക്കെ വരില്ല. ആ തിരക്കിന്റെ സമയത്ത് ഇതുപോലെ ഒരു തവണയോട് ഇവിടെ കൊണ്ട് ചെയ്യിപ്പിക്കണം കേട്ടോ. അത് പെയ്ഡ് ആയിട്ട് വേണ്ടില്ല. നമ്മളുടെ നമ്മളെ തൃശ്ശൂർ നഗരസഭ അതൊക്കെ ചെയ്യാന്ന് വെച്ചെങ്കിൽ അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ അമ്പലത്തിൻ്റെതായിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ടുണ്ട് ചില. കാരണം ഇത് അറിഞ്ഞിട്ട് കാണാൻ പറ്റാത്ത കുറെ ആളുകളുണ്ട്. കാരണം ഇതൊക്കെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ കൂടെ അറിഞ്ഞു വന്നിട്ട് അവിടെ എത്തണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും ആയിരിക്കും ഒഴിവും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പൊ തൃശ്ശൂർ പൂരത്തിന് ഇതുപോലെ സെറ്റ് ചെയ്യാൻ വെച്ചെങ്കിൽ കിടുമായിരിക്കും അല്ലെ. അപ്പൊ നമ്മളുടെ വേൾഡ് കപ്പിന്റെ ഒരു സീസൺ ആയിട്ട് ഇങ്ങനെ അതിന്റെ കളിയുടെ ആരവങ്ങനെ നിൽക്കില്ലേ. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ വേൾഡ് കപ്പിൽ, അതായത് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗ് ആയിട്ടുള്ള ആ ഒരു റൗണ്ടിൽ കണ്ടോ, അതിന്റെ ഓരോരുത്തരുടെ ഫ്ലാഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് മെസ്സി, അതുപോലെ നമ്മളുടെ നെയ്മർ നമ്മുടെ ചെക്കനാട്ടോ, അവിടെ പുല്ലിയാണിത്. അതുപോലെ നമ്മളെ എംബാപ്പെ, എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറെ ആളുകൾ തന്നെ ഇനിയിപ്പോ എന്റെ ശ്രദ്ധപ്പെടാണ്ടെന്ന് അറിയില്ല. നല്ല തിരക്കാണ്. അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വീഡിയോസ് ഒക്കെ എടുക്കാൻ. കാരണം ഫാമിലിയൊക്കെ ഉള്ളതല്ലേ. അപ്പൊ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എന്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ട് വെച്ചാൽ മറ്റുള്ള ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ എന്നെ ഫോളോ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ട് വെച്ചാൽ കമന്റ് ആയിട്ട് പറയണം. അതാണ് എനിക്കൊരു എനർജി. അതുപോലെ നിങ്ങളുടെ ലൈക്ക്, സപ്പോർട്ട്, ഷെയർ ഇത് ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു എനർജി ഇത് അതേമാതിരി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അത് ഞാൻ ഇതിന്റെ ഡെയിലി ഞാനത് കൂടി പറയുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ കേട്ടോ നമ്മളുടെ ഈ ഒരു പേജ് 10K കടന്നു കേട്ടാ. ഞാൻ ഇതില് നന്ദി പറയേണ്ടത് ഈ 10Kയുടെ ഉള്ളിൽ നിൽക്കുന്ന എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കളോടും നിങ്ങളുടെ സപ്പോർട്ടും ഷെയറിങ്ങും അതുപോലെ ലൈക്ക് അതുപോലെ എല്ലാവിധ കമന്റ് കാര്യങ്ങളോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കൗതുകരമായിട്ടുള്ള വല്ല കാഴ്ചകളും എൻ്റെ കണ്ണിൽ പെട്ടുണ്ടെച്ചാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ കൗതുകരമായിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അതുപോലെ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ
മറ്റുള്ള സുഹൃത്തുക്കൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യണം. അതുമാതിരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നിട്ടോ. അതായത് നമ്മുടെ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളോടും, അതായത് ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ഓണർമാരോടും അതുമാതിരി ഇതിന്റെ തൊഴിലാളി സുഹൃത്തുക്കളോടും ഒരു ബിഗ് സല്യൂട്ട് അടിക്കണം. കാരണം ഇതുപോലത്തെ ഒരു സംഭവമൊക്കെ അവര് എത്ര ദിവസം മെനക്കെട്ടിട്ട് ചെയ്തതാണ്. അപ്പം നമ്മൾ വെറുതെ കണ്ടിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പൊ നമ്മളെ പട്ടാമ്പിക്കാറ്റിന്റെ മറ്റൊരു വിശേഷമായിട്ട് കാണുന്നവരെ എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കളോടും ഗുഡ് നൈറ്റ്.